ഏത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യം അതിൽ റിസ്ക് ഉണ്ടാകും. ആ റിസ്ക് എന്താണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വീണ്ടും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. കേരളത്തിൻ്റെ പ്രമുഖ വ്യവസായി എം.എ. യൂസഫ് അലി എറണാകുളത്ത് ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഒരു പുതിയതായി ഒരു സംരംഭം തുടങ്ങുന്ന സംരംഭകനോ സംരംഭകയോ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് അവിടെ എം.എ. യൂസഫ് അലി സംസാരിക്കുന്നത്. തൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നത്. വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമായിട്ട് ഒരു ഉപദേശമായിട്ട് ഒരു സംരംഭകന് വേണമെങ്കിൽ എടുക്കാം. അത്ര വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന, റിസ്കുകൾ കാൽക്കുലേറ്റ് ചെയ്തതിനെക്കുറിച്ചും മാത്രമല്ല ആ സംരംഭവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എനി ഗുഡ് തിങ് സ്റ്റാർട്ട്സ് വിത്ത് പ്രേ. ഏത് നല്ല കാര്യവും പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അത് എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഏകം സദ് വിപ്ര ബഹുധാ വദന്തി. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒന്നിലേക്കാണ്. റബ്ബുൽ ആലമീൻ, റബ്ബ്, ദൈവം, എന്നിവിടെ പ്രാർത്ഥനയിൽ പറഞ്ഞ മാതിരി ഈശ്വരൻ, അതെല്ലാം ഏകം സദ് വിപ്ര ബഹുധാ വദന്തി. എല്ലാവരും ഒന്നിലേക്കാണ് പ്രാർത്ഥിക്കുന്നത്. ആണ് ഞാൻ പറഞ്ഞ ഏത് നല്ല കാര്യം ആരംഭിക്കുമ്പോഴും പ്രാർത്ഥനയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷമാണ് മറ്റു പരിപാടികൾ. ആയതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തങ്ങളോട് അപേക്ഷിച്ചത്. പുതിയൊരു തരത്തിലേക്കാണ് കൺസ്ട്രക്ഷൻ ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ ആർക്കിടെക്ട് ഉണ്ടാവും, ആർക്കിടെക്ടർമാരുണ്ടാകും, കോൺട്രാക്ടർമാരുണ്ടാകും. ഇത് പണിയിക്കാൻ വേണ്ടി പോകുന്ന നാട്ടുകാരുണ്ടാകും. അത് പുതിയൊരു രീതി ആണ് ഇപ്പം ഇൻറ്റീരിയർ ആർക്കിടെക്ചറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യം അതിൽ റിസ്ക് ഉണ്ടാകും. ആ റിസ്ക് എന്താണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വീണ്ടും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. അത് റെവല്യൂഷണറി സ്റ്റെപ്പാണ്. ആ റെവല്യൂഷണറി സ്റ്റെപ്പ് ഒരുപക്ഷെ ആദ്യം നമുക്ക് ബാക്കടിക്കുക, പക്ഷെ എന്നാലും അത് ഫ്രണ്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ചിന്തിച്ചിട്ട് ഒരുപക്ഷെ ആദ്യത്തെ കുറച്ച് നാൾ ഇവിടെ കച്ചവടം ഉണ്ടാവില്ല, ആദ്യത്തെ കുറച്ച് നാൾ ആൾക്കാർ വരില്ല, അല്ലെങ്കിൽ അത് മാർക്കറ്റിങ്ങിന് സമയം പിടിക്കും. പക്ഷെ അതനുസരിച്ച് നിങ്ങൾ ക്ഷമിക്കുകയും അതനുസരിച്ച് കച്ചവടം വർദ്ധിക്കുകയും ചെയ്യുകയും അതിൽ പിടിച്ചു നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി നമ്മൾ മാനസികമായി വളർത്തിയെടുക്കുകയും ചെയ്യണം. ഈ ഫീൽഡ് ഇനിയും ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് ഈ മാർബിൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ മാർബിൾ തുടങ്ങാൻ പോകുന്ന കാര്യം ഇപ്പോൾ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഏത് കച്ചവടം ചെയ്യുന്നതുകൊണ്ടും വിരോധമില്ല. പക്ഷേ ഇതിലൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ്. അത് വളരെ നന്നായി ക്വാളിറ്റി കൺട്രോൾ ചെയ്യുകയാണ്. ഒരു പാർട്ടി നമ്മളോട് വന്നാൽ അവർക്ക് ഇന്ന ക്വാളിറ്റി വേണം എന്നവരുടെ ആർക്കിടെക്റ്റ് പറഞ്ഞാൽ ആ ക്വാളിറ്റി അനുസരിച്ച് വാട്ടർ ജെറ്റോടുകൂടി അവർക്ക് ഡെലിവറി ചെയ്യുന്നതിലാണ് നമ്മുടെ ക്വാളിറ്റിയിലെ പെർഫോമൻസും. ആ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള ഈ ആർക്കിടെക്റ്റുകൾക്ക് അത് മനസ്സിലാക്കി ഇനിയും ഓർഡർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും.